ഹായ് എവരി വൺ, നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഈ ഒരു സോണിൽ ഒരു നല്ല സപ്പോർട്ട് ഏരിയ ആണെന്നും അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും മാർക്കറ്റ് പ്രീവിയസ് ഡേ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡലിനകത്ത് തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു സൈഡ് വേസ് മൂവ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ അതിനകത്ത് തന്നെ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നിന്ന് പുൾ ബാക്ക് കിട്ടിയാൽ അവിടുന്ന് ഒരു റിവേഴ്സൽ ടൈപ്പ് ഓഫ് എൻട്രീസ് കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡിലേക്ക് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ വ്യൂ. ഈ ഒരു സോണിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഒരു സ്പേസിന്റെ ഏകദേശം 50% കറക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എക്സാക്ട് ഈ ഒരു സോണിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പ്രോപ്പറായിട്ട് നമുക്കൊരു ക്യാരക്ടർ ഓഫ് ചേഞ്ച് കിട്ടിയിരിക്കുന്ന സ്പേസാണ്. ഈ ഒരു സ്പേസിലായിരുന്നു നമുക്ക് എൻട്രി ഉണ്ടായിരുന്നത്. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1:5 റേഷ്യോയിൽ നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ 30 പോയിന്റ് SL നിയർലി അത്യാവശ്യം നല്ല മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ദെൻ അതിനുശേഷം ആഫ്റ്റർനൂണിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിവേഴ്സൽ സ്കാൽപ്പിംഗ് ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിയർലി 30 പോയിന്റോളം പ്രീമിയത്തിൽ നമുക്കിവിടെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രീമിയത്തിൽ മൂവ്മെന്റ് വളരെ കുറവായിരുന്നു. കാരണം നമുക്കറിയാം ഈ വീക്ക് എന്ന് പറയുന്നത് 25th ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വീക്കാണ്. എക്സ്പയറി ഡേയ്സിന്റെ നമ്പർ ഓഫ് ഡേയ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ DK കിട്ടുന്നതും വളരെ കൂടുതലാണ്. അപ്പോൾ നാളെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. കാരണം പ്രീമിയത്തിലെ മൂവ്മെൻറ്റ് അത്രത്തോളം ഉണ്ടാവണമെന്ന് ഇല്ല. വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 30ലേക്ക് ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിക്സ് കുറച്ചും കൂടി കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിലെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഇനി ഈവൻ നമുക്ക് ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹൈ, അതായത് 23,870 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2470 ആണ്. ഈ ഒരു സ്പേസിലേക്ക് എത്താം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ 23,530 എന്ന് പറയുന്ന ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 23,300ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം ഡൗൺ സൈഡിലേക്ക്. അപ്പം ഇതിനനുസരിച്ചുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡിൽ പ്ലാൻ ചെയ്യാം.